ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ദീപാവലി സ്പെഷ്യലായിട്ട് ഒരു ക്രാഫ്റ്റ് ചെയ്തെടുത്താലോ. ഞാനിവിടെ കട്ടിയുള്ള കുറച്ച് കളർ പേപ്പർ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ഇഷ്ടമാണ് എത്ര വലിപ്പം വേണമെന്നുള്ളത്. ഞാൻ ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇതാ വീഡിയോയിൽ കാണുന്ന രീതിയിലൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ മടക്കി എടുത്തത് ഒരു 10 ഉണ്ട്. എന്നിട്ട് ഇതാ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒന്ന് പശ വെച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. അങ്ങനെ എല്ലാ പീസും നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. എന്നിട്ട് ഇതെല്ലാം ഉണങ്ങിയതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് ഒട്ടിച്ചെടുക്കണേ. ഇതാ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ആദ്യമേ ഒട്ടിച്ച് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം എന്നിട്ട് ആ ഓരോ പീസ് എന്താ ഇതേപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുന്നത് ഇതേപോലെ ആകും. എന്നിട്ട് ഇതും നന്നായിട്ടൊന്ന് ഉണങ്ങട്ടെ. അപ്പോൾ നമുക്ക് അടുത്തൊരു പരിപാടിയിലേക്ക് കടക്കാവേ. അടുത്തതായി ഞാൻ എടുത്തിരിക്കുന്നത് മഞ്ഞ കളറിലെ പേപ്പറാണ്. എന്നിട്ട് ഒരു പെറ്റിൽസിന്റെ ഷേപ്പിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ രീതിയിൽ കട്ട് ചെയ്തിരിക്കുന്ന പേപ്പർ എത്ര എണ്ണം വേണമെന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യമേ മടക്കി പശ വെച്ച് ഒട്ടിച്ചില്ല റെഡ് കളർ പേപ്പർ, അതേ രീതിയിൽ ഇതും നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉണങ്ങട്ടെ. ഇതവിടെ നിന്ന് ഉണങ്ങുന്ന സമയത്ത് നമുക്ക് ബാക്കി പരിപാടികളൊക്കെ തീർക്കാവേ. നമ്മുടെ റെഡ് കളറിലെ പേപ്പർ ഉണ്ടല്ലോ, അത് നമുക്ക് നൂലുമായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇത് കാണുമ്പോഴത്തേന് ഞാൻ നേരത്തെ ഒരു ഹണി കോംബോൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലൊന്ന് കയറി നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ആക്കാനും മറക്കരുത്. നല്ല രീതിയിൽ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഈ ഫെവിക്കോൾ ആയതുകൊണ്ട് കുറച്ച് സമയം കൊണ്ടേ നമുക്ക് ഉണങ്ങി കിട്ടത്തുള്ളൂ. നല്ല ശ്രദ്ധയോടുകൂടി അത് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മുടെ ഈ വീഡിയോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഒന്ന് ഫോളോ ആക്കാനും, യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ആക്കി നമ്മളെ സപ്പോർട്ട് ആക്കാനും മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ആണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കടക്കാവേ. അടുത്തതും വലിയ പണിയുള്ള കാര്യമൊന്നുമില്ല, സെയിം മെത്തേഡ് തന്നെയാണ്. ഇതും നമുക്ക് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി ഇത്തിരി പ്രയാസമാണ് ആദ്യത്തേതിനേക്കാളിലും. എനിക്ക് അങ്ങനെയാണേ തോന്നിയത്. അപ്പോൾ ഇതും നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം അവിടെ ഇവിടെ പശയായിട്ട് ഒട്ടിയിരിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് വിടർത്തി ഒന്ന് എടുത്ത് കുറച്ചുകൂടെ ഭംഗിയാക്കി എടുക്കാവേ. നമ്മുടെ പേപ്പർ കൊണ്ടുള്ള ദീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പല നിറത്തിൽ ഒരുപാട് എണ്ണം ഉണ്ടാക്കിയാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതല്ലേ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് സപ്പോർട്ടാക്കാൻ മറക്കരുത്. ഇത്രയും കളറിലാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ദീപാവലി ആശംസകൾ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാവേ.